ഒരു ജീവന് വേണ്ടി ഒരുങ്ങിയിറങ്ങി ദിവസങ്ങൾ കൊണ്ട് 34 കോടി സമാഹരിച്ച് മലയാളി ലോകത്തിന് മുന്നിൽ പുതിയ മാതൃക കാണിച്ചു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി കൈയയച്ച് സഹായിച്ചാണ് മലയാളി അത്ഭുതം തീർത്തത്. പണമായി ഇനി എന്നാണ് അബ്ദുൾ റഹീമിന് തൻ്റെ പൊന്നുമ്മയെ കാണാൻ കഴിയുക? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റഹീമിൻ്റെ മോചനം ഇനിയും നീളും. പണം കൈമാറ്റം ചെയ്യുന്നതിനും കോടതി നടപടികൾക്കും സമയം വേണ്ടിവരുന്നതാണ് മോചനം നീളാൻ കാരണം. 18 വർഷമായി റഹീം ഇരുമ്പഴിക്കുള്ളിലാണ്. ഇനിയുള്ള ദിവസങ്ങളായിരിക്കും ആ ഉമ്മക്ക് ഏറ്റവും ദൈർഘ്യം. നിലവിൽ 2 ബാങ്ക് അക്കൗണ്ടുകളിലായി 34 കോടി രൂപ അഥവാ 15 മില്യൺ റിയാൽ ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ആദ്യ കടമ്പ. ഇത് സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറും. ഇതിനും സമയമെടുത്തേക്കും. ഇതിനുശേഷം പണം ലഭ്യമായെന്ന് എംബസി സൗദി കോടതിയെ അറിയിക്കും. സൗദിയിൽ ഈദ് അവധി കഴിഞ്ഞ് കോടതി തുറക്കുന്നതോടെയാണ് ഇതിന് സാധ്യമാവുക. പണം ലഭ്യമാണെന്ന് അറിയിച്ചാലും അവസാന സിറ്റിംഗിൽ റഹീമും എതിർകക്ഷികളും സംയുക്തമായി ഒപ്പിട്ടാൽ മോചനത്തിലേക്ക് കടക്കും. പണം ലഭിച്ചാൽ മാപ്പ് നൽകാമെന്ന് സ്പോൺസറുടെ കുടുംബവും പണം നൽകാമെന്ന് റഹീമും കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. ഇതിനുശേഷം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതോടെ റഹീമിന് മോചനത്തിനുള്ള വാതിൽ തുറക്കും. ഇതെല്ലാം ഒരുമിച്ച് നടക്കുകയുമില്ല. ഇതിന് വരുന്ന കാലതാമസം കൊണ്ടാണ് മോചനത്തിന് സമയം വരുന്നത്. വെറും 3 ആഴ്ച കൊണ്ടാണ് 34 കോടി എന്ന വലിയ സംഖ്യ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ചത്. സേവ് അബ്ദുൾ റഹീം ആപ്പ് വഴി ഓരോ സെക്കൻഡിലും ലഭിക്കുന്ന തുകയുടെ കണക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നു. മാർച്ച് 7-നാണ് ഈ ആപ്പ് പുറത്തിറക്കിയത്. നിലവിൽ ആപ്പിലെ കണക്ക് പ്രകാരം അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി 34 കോടി 47,16,614 രൂപയാണ് ലഭിച്ചത്. തികച്ചും സുതാര്യമായിട്ടായിരുന്നു ആപ്പിൻ്റെ പ്രവർത്തനം. സംസ്ഥാനം, ജില്ല, നിയോജകമണ്ഡലം, സംഘടനകൾ, വ്യക്തി എന്നിങ്ങനെ പണം എവിടെ നിന്നാണ് വന്നത് എന്നതിൻ്റെ പൂർണ്ണ വിവരം ഇതിൽ ലഭ്യമായിരുന്നു. ആപ്പിലെ ഡാറ്റ പ്രകാരം മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചത്. 9 കോടി 28,36,577 രൂപയാണ് മലപ്പുറത്തുകാർ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി നൽകിയത്. കോഴിക്കോട് 3 കോടി 95,70,683 രൂപ. കണ്ണൂരിൽ നിന്ന് 2 കോടി 18,64,101 രൂപ. പാലക്കാട് നിന്ന് 1 കോടി 59,85,347 രൂപ. തൃശ്ശൂരിൽ നിന്ന് 1 കോടി 39,91,604 രൂപ. എറണാകുളത്ത് നിന്ന് 1 കോടി 18,16,017 രൂപ. കാസർഗോഡ് നിന്ന് 1 കോടി 17,19,439 രൂപ. തിരുവനന്തപുരത്ത് നിന്ന് 72,56,663 രൂപ. കൊല്ലത്ത് നിന്ന് 69,40,468 രൂപ. വയനാട് നിന്ന് 45,91,949 രൂപ. ആലപ്പുഴയിൽ നിന്ന് 38,82,186 രൂപ. കോട്ടയത്ത് നിന്ന് 29,01,838 രൂപ. പത്തനംതിട്ടയിൽ നിന്ന് 20,48,361 രൂപ. ഇടുക്കിയിൽ നിന്ന് 12,36,690 രൂപ എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്ന് ലഭിച്ച തുക. 23 കോടി 72,42,623 രൂപയാണ് കേരളത്തിൽ നിന്ന് ആകെ ലഭിച്ചത്. കർണാടകയിൽ നിന്ന് 28,91,743 രൂപ. തമിഴ്നാട്ടിൽ നിന്ന് 13,75,350 രൂപ. ലക്ഷദ്വീപിൽ നിന്ന് 8,07,702 രൂപ. ആൻഡമാനിൽ നിന്ന് 2,46,667 രൂപ. മഹാരാഷ്ട്രയിൽ നിന്ന് 2,37,318 രൂപ. ഗുജറാത്തിൽ നിന്ന് 2,24,737 രൂപ. ആന്ധ്രാപ്രദേശിൽ നിന്ന് 19,03,287 രൂപ എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ലഭിച്ച തുക. ജനറൽ കാറ്റഗറിയിൽ 1 കോടി 8,24,555 രൂപയും സമാഹരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച തുകയും ആപ്പിൽ ലഭ്യമാണ്. 29,54,965 രൂപയുമായി കോഴിക്കോട് ജില്ലയിലെ നാദാപുരമാണ് മുന്നിൽ നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും 23,77,976 രൂപയും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് 22,60,632 രൂപയും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും അധികം തുക നൽകിയ വ്യക്തികളുടെയും സംഘടനകളുടെയും വിവരവും ആപ്പിൽ ലഭ്യമാണ്. കൂടാതെ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വളണ്ടിയർമാർ എത്ര തുക സമാഹരിച്ചു എന്ന ഡാറ്റയും ഇതിലുണ്ട്. അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആപ്പ് തയ്യാറാക്കിയത്. സ്പൈൻ കോഡ്സ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ഇത് തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശികളായ ഹാഷിം, ഷുഹൈബ്, അഷ്കർ എന്നിവരാണ് ഇതിൻ്റെ അണിയറ ശില്പികൾ.